അനീഷ് എന്താണ് അനീഷ്? അത് ശരിക്കും ഷാനവാസ് അപ്പൊ ഹൈപ്പറായിട്ട് ആവശ്യമില്ലാത്ത കാര്യം അത് ആരിനോട് തന്നെയായിരുന്നു. അല്ല മദർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പലപ്പോഴും ആൾക്കാരുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയാറില്ലേ? പറയാറുണ്ട്. അങ്ങനെ പറയരുത്. നിങ്ങൾ വലിയ ഫ്രണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് അങ്ങനെ ഭാഷ ഉപയോഗിക്കരുത്. എന്റെ ഷാനവാസ് ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കും. നിങ്ങൾ സംസാരിക്കും, ഇവിടെ വരും. ഷാനവാസ് അയാളോട് സംസാരിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ. ഞാൻ ഇവിടെ നിർത്തി ഇറങ്ങി പോണോ? നിങ്ങളെതിരെ സംസാരിക്കുന്നെങ്കിൽ ഇത്ര ടെൻഷൻ അല്ല. അയാൾ പറയട്ടെ. ഞാൻ അതിലെ സംസാരിക്കാൻ വിളിച്ചത് അയാൾക്ക് നിങ്ങൾ ആരും സംസാരിക്കാൻ വിളിച്ചാൽ നിങ്ങൾ എന്തിനാ കൈവിട്ട് കാണിക്കുന്നത്? എല്ലാവരും കൈ കാണിക്കാറുണ്ട്. എന്താ ഡയലോഗ്? എല്ലാവരും കൈ കാണിക്കാറുണ്ട്. മാസാണ് ഇത്. ഇയാളുടെ ഫാൻസ് ഇല്ലേ, പിആർസ്, അവരെടുത്തിട്ട് കളിക്കൂട്ടോ. ലാലേട്ടനെ ചൊറിഞ്ഞു, ലാലേട്ടൻ മൂഞ്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറുക എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇയാളുടെ പരിപാടിയാണ്. അതേപോലെ അനീഷിന്റെ അത് ഉണ്ട്, ഇല്ല ഞാൻ പറഞ്ഞില്ല. ആരെങ്കിലും നോമിനേഷൻ പറയുന്നതിന്റെ ഇടയിൽ കയറിയിട്ടുള്ള ഒരു പരിപാടി, അതൊക്കെ ഉള്ള പരിപാടി തന്നെയാണ്. ഓരോ ആളുകൾക്ക് സ്പേസ് ഉണ്ട് സംസാരിക്കാം. ഷാനവാസിന് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. ഷാനവാസ് നിരന്തരമായിട്ട് കൈ പൊക്കിക്കൊണ്ട് ഇടയിൽ കയറി സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പെൺകുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം മോശമാണ് എന്ന് അനീഷ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇനി PR വർക്കിന്റെ ആളുകളാണെങ്കിലും ഫാൻസിന്റെ ആളുകളൊന്നും ആലോചിച്ച് നോക്കേ. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്.